നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമസ്കാരം പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കളെ, എല്ലാ കൂട്ടുകാർക്കും ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ലൈക്ക് അടിച്ചിട്ട് വീഡിയോ കണ്ടു തുടങ്ങുക. നമ്മളിപ്പോൾ ഉള്ളത് കാവനാട് ഭാഗത്തായിട്ടാണ് ഉള്ളത്. ശിവാലയ കമ്പനി കരാറേറ്റെടുത്തിരിക്കുന്ന റീച്ചിൻ്റെ ഒരു എൻഡ് ഭാഗമായിട്ടാണ് നമ്മളുള്ളത്. ഈ ഒരു ഭാഗത്ത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്ന ഒരു ഭാഗമാണ്. നമ്മൾ കടമ്പാട്ടുകോണം മുതൽ കാവനാട് വരെയുള്ള അപ്ഡേറ്റ് കൊല്ലം ജില്ലയിലെ നമ്മുടെ കഴിഞ്ഞ കുറച്ച് വീഡിയോസ് അതായിരുന്നു. അപ്പോൾ ഇവിടെ മുതൽ ഇനി വിശ്വസമുദ്രയുടെ ആരംഭിക്കുകയാണ്. നമ്മൾ വീഡിയോ എടുത്ത ദിവസം 1/5/2026 രാവിലെ 8 മണിക്കെടുത്ത വീഡിയോ ആണ്. ഇന്നത്തെ ദിവസം തന്നെ കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു. കുറേ കല്യാണമൊക്കെ ഉണ്ടായിരുന്ന ദിവസമാണ്. കുറേ കല്യാണവും കുറേ പാലുകാച്ചും ഒക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുകയാണ്. നമ്മൾ ഇവിടെ നിന്നും ഇനി നേരെ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ശക്തികുളങ്ങര ഭാഗത്തേക്കാണ് പോകുന്നത്. നീണ്ടാരപ്പാലം എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. പ്രധാനപ്പെട്ട പണികൾ ഈ ഒരു ഭാഗത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു ഭാഗത്ത് കുറച്ച് കാണിച്ചിട്ടുള്ളതായിരുന്നു. രണ്ടാമത്തെ ലെയർ ടാറിംഗ് വർക്കുകൾ ഈ ഒരു ഭാഗത്തായിട്ട് വിശ്വസമുദ്ര ആരംഭിച്ചിട്ടുണ്ട്. വലത്തേ സൈഡിലായിട്ട് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞ് കിടക്കുകയാണ്. പിന്നെ മാത്രമല്ല ഇവിടെ ആ ക്രാഷ് ബാരിയറുകളിൽ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വെള്ളയും കറുപ്പും പെയിൻ്റ് അടിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇവിടെ ഇപ്പോൾ ഈ കഴിഞ്ഞു പോയ ഭാഗത്തായിട്ട് ഇടത്തേ സൈഡിലായിട്ടൊരു ടവർ ഉണ്ടായിരുന്നു KCBയുടെ. അത് സർവീസ് റോഡിലായിട്ടാണുള്ളത്. അതെടുത്ത് മാറ്റേണ്ട പണികൾ ബാക്കിയാണ്. അപ്പം പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരികയാണ്. നീണ്ടകര പാലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവിടെ ശക്തികുളങ്ങര ഭാഗത്തായിട്ട് തന്നെ ഇവിടെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുണ്ട്. അത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടത്തേ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട്. വലത്തേ സൈഡിലും പുരോഗമിച്ചിരിക്കുന്ന കാണാൻ പറ്റും. 3 വരി പാത കഴിഞ്ഞു പോയ ഭാഗത്തിട്ട്. പിന്നെ വലത്തേ സൈഡിലുള്ള സർവീസ് റോഡ് വരുന്ന ഭാഗത്തെ പണികൾ ഇനിയും പുരോഗമിക്കാനുണ്ട്. അങ്ങനെ ഇത്രത്തോളം പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ കുറേ നാളിന് മുമ്പ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ അപ്രോച്ച് റോഡ് വരുന്ന ഭാഗത്തായിട്ട് കുറച്ച് മണ്ണൊക്കെ കൊണ്ടുവന്ന് അടിച്ച് കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ ഇപ്പോൾ ഒരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഇപ്പോൾ ഒരു വഴി ഇങ്ങനെ തിരിച്ചുവിട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ടുള്ളത്. പിന്നെ നമ്മൾ നീണ്ടകര പാലത്തിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം അപ്രോച്ച് റോഡിൻ്റെ ഭാഗത്ത് വലത്തേ സൈഡിലായിട്ട് 2 സൈഡിലും റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ് കിടക്കുകയാണ്. അത് നേരത്തെ കഴിഞ്ഞതാണ്. കുറച്ച് മാത്രമായിട്ട് മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. മാത്രമല്ല ഇടത്തേ സൈഡിലായിട്ട് പുതിയ പാലത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് പൂർണ്ണമായിട്ടും ഗർഡറുകൾ വെച്ച് കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ നിർമ്മാണ പുരോഗതി ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് നടന്നിട്ടുണ്ട്. പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കുറച്ച് കഴിഞ്ഞിരിക്കുന്നത്. വലത്തേ സൈഡിലായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പാലത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇപ്പോൾ കഴിഞ്ഞു പോയ ഭാഗത്തായിട്ട് തൂണുകളിൽ അവർ നീല പെയിൻറ്റ് 2-3 എണ്ണത്തിന് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇടത്തേ സൈഡിൽ രണ്ടാമതായിട്ട് പണി തുടങ്ങിയ പാലത്തിൻ്റെ പകുതിയോളം മുകൾ ഭാഗത്തായിട്ട് തന്നെ കോൺക്രീറ്റ് വർക്കുകൾ കുറച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി കോൺക്രീറ്റ് വർക്കുകൾ തെക്കോട്ടിങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ചവറ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് നിർമ്മിക്കുന്ന അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റാണ്. KMMൽ എത്തുന്നതിന് മുമ്പായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്തുള്ളത്. നമ്മളങ്ങനെ പാലത്തിൻ്റെ വടക്കേ എൻഡ് ഭാഗത്തായിട്ടുള്ള അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. വലത്തേ സൈഡിലുള്ള പാലത്തിൻ്റെ അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് അവർ റിട്ടേണിംഗ് വാളിന് വേണ്ടി കമ്പി ഉയർത്തി വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കുറേ നാളായിട്ട് അങ്ങനെ തന്നെ നിൽക്കുകയാണ്. ഇടത്തേ സൈഡിലായിട്ട് നമുക്കിപ്പോൾ പുതിയതായിട്ട് ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് ഈ സ്ഥലത്തിപ്പം അവർ ഡ്രൈനേജിൻ്റെ പണി ഈ ഒരു ഭാഗത്തായിട്ട് കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇടത്തേ സൈഡിലായിട്ട് സർവീസ് റോഡ് വരുന്ന ഭാഗത്തായിട്ട് ഇവിടെ നിന്ന് ഇടത്തോട്ട് തന്നെ കയറിയാണ് നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഇടത്തേ സൈഡിലായിട്ടുള്ള ഹാർബറിലോട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. വലതുഭാഗത്തായിട്ടുള്ള അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളിൽ 2 സൈഡിലും ആറിവാൾ ബ്ലോക്ക് ഉയർത്തിയിട്ട് ഇത്രത്തോളം മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് വളരെ സ്പീഡിലായിട്ടൊന്നുമല്ല പണി പോകുന്നത്, എന്നാലും കുറച്ചൊക്കെ പണി ഇതേപോലെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കുറച്ച് നടന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിപ്പം സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പം പഴയ പോലൊക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ. വലിയ പുരോഗതിയൊന്നുമില്ല. നമുക്കിപ്പം ഇവിടെ നിന്ന് പിന്നെ ഇടത്തേ സൈഡിലോട്ട് 6 വരി പാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ ഭാഗത്തോട്ടു കൂടിയാണ് പിന്നെ വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ പുതിയതായിട്ട് പണി കഴിഞ്ഞെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം വലതുഭാഗത്തായിട്ട് സർവീസ് റോഡിൻ്റെ വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡ്രൈനേജിനോട് ചേർന്ന് തന്നെ വലത്തേ സൈഡിൽ ചെറിയൊരു കോൺക്രീറ്റിൻ്റെ ചെറിയൊരു തിട്ട പോലെ പണിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അത് കുറച്ച് സ്ഥലത്തായിട്ട് ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ 2 സൈഡിലും ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തായിട്ട് തന്നെ ഒരു വെള്ളയും കറുപ്പും പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. ഇടയ്ക്കൊക്കെ നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ നമുക്ക് ഇടയ്ക്ക്
മീഡിയൻ വരുന്ന ഭാഗത്തായിട്ട് തന്നെ ആ ഒരു മീഡിയൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനായിട്ട് ബാക്കിയുണ്ട്. ഇടത്തെ സൈഡിൽ നമുക്ക് താണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം അവിടെ ഒരു ഗ്യാപ്പുണ്ട്. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പം നടന്നുകൊണ്ട് ഇരിക്കുകയാണ്. നമ്മൾ പിന്നെ ഇവിടുന്ന് കുറച്ചും കൂടെ മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ടായിരിക്കും ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇനി വരാൻ പോകുന്നത്, സാധ്യതയുള്ളത്. ഇപ്പോൾ നമ്മൾ ഒറ്റത്തറ ഭാഗത്തായിട്ടാണ് ഉള്ളത്. അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്നിടത്തായിട്ട് തന്നെ ഒരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനം കാണുന്നുണ്ട്. ഇവിടെ വലത്തേ സൈഡിൽ ക്രാഷ് ബാരിയറിനോട് ചേർന്ന് തന്നെ ഒരു മണ്ണ് ടെസ്റ്റ് ചെയ്യുന്ന പണി ഇപ്പം ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. നീണ്ടര ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ വെട്ടത്തറ ജംഗ്ഷനിൽ നിന്ന് നേരെ തെക്കും ഭാഗത്തോട്ട് പോകേണ്ട വാഹനങ്ങൾ അവിടെ വന്ന് തിരിയുന്ന ഒരു ഭാഗം അത്യാവശ്യം ഇച്ചിരി ഡേഞ്ചറുള്ള സ്ഥലമാണ്. അപ്പം ആ ഒരു ഭാഗത്തോട്ട് എത്തുമ്പോൾ നമ്മൾ ഇങ്ങോട്ടും ഇങ്ങോട്ടും വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിച്ചു പോകാൻ ശ്രമിക്കുക. നമ്മളിനി നേരെ വരുന്നത് പരിമണം ഭാഗത്തേക്കാണ് വരുന്നത്. പരിമണം ഭാഗത്തോട്ട് വരുമ്പോൾ നമുക്കിപ്പം ഈ ഒരു സ്ഥലത്തായിട്ട് ഇടത്തെ സൈഡിലായിട്ട് ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. അവിടെ ഇപ്പം ഗ്യാപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് നീണ്ടര ഹാർബറിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ കരുനാഗപ്പള്ളി ഡയറക്ഷനിലോട്ട് പോകുമ്പം കയറി പോകാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഗ്യാപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ മുമ്പോട്ട് നീണ്ടകര താലൂക്ക് ഹോസ്പിറ്റൽ വരുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. നമ്മൾ അവിടെ എത്തുന്നതിന് മുമ്പ്, ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പായിട്ട് താണ്ട് ഇവിടെ വരുമ്പം വലത്തേ സൈഡിൽ ഇവിടെ ഒരു നയാരയുടെ പെട്രോൾ പമ്പ് ഈ ഒരു ഭാഗത്തായിട്ട് വലത്തേ സൈഡിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ മുമ്പോട്ട് വരുന്നിടത്തായിട്ട് നമുക്ക് നോക്കുമ്പം അറിയാൻ പറ്റും ഒരുപാട് പണികൾ ഇനിയും ബാക്കിയുണ്ട്. ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തേക്ക് പണികൾ പൂർത്തിയാക്കാനുണ്ട്. കുറച്ച് ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വലത്തേ സൈഡിലായിട്ട് നമ്മൾ സർവീസ് റോഡിൻ്റെ വലത് ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു തിട്ട നിർമ്മിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് ആ തിട്ടയുടെ തൊട്ട് വലത്തേ സൈഡിലായിട്ടായിരിക്കും പിന്നെ ഫുട്പാത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. അപ്പോൾ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും ഫുട്പാത്തിൻ്റെ ഒന്നും നിർമ്മാണ പ്രവർത്തനങ്ങൾ വിശ്വസമുദ്രം ഇതുവരെയായിട്ടും തുടങ്ങിയിട്ടില്ല. ജസ്റ്റ് ഇതേപോലെ ഒരു ഡ്രൈനേജിൻ്റെ ആ വലത്തേ സൈഡിലായിട്ടൊരു തിട്ട പോലെ ഇങ്ങനെ ചെയ്തു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഫുട്പാത്തിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശിവാലയ കമ്പനി ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ വാട്ടർ ടാങ്കിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. അപ്പം ഇടയ്ക്കായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തൊക്കെ പെയിൻ്റ് അടിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെയൊക്കെ പോസ്റ്റൊക്കെ സ്ഥാപിച്ചിരിക്കുന്നതും ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ കാണാൻ പറ്റും. അല്ലാതെ പിന്നെ വലിയ പണികളൊന്നും പുരോഗമിച്ചിട്ടില്ല. പണി ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പണികളല്ലാതെ പ്രത്യേകിച്ച് വലുതായിട്ടുള്ള പണികളൊന്നും നടക്കുന്നില്ല. ഇടയ്ക്കായിട്ട് താണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് മീഡിയൻ വരുന്ന ഭാഗത്ത് പണികളൊക്കെ പുരോഗമിക്കാനുണ്ട്. ഇടത്തെ സൈഡിലൂടെ സർവീസ് റോഡുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കാനുണ്ട്. നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ നീണ്ടകര താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് എത്തും. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇത്രയും ദൂരത്തിൽ എനിക്ക് തോന്നിക്കുന്നൊരു 100-200 മീറ്ററോളം പണി കുറച്ച് കഴിഞ്ഞ് കിടക്കുകയാണ്. ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട്. ഇടയ്ക്കായിട്ട് മീഡിയൻ്റെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പണികൾ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെയും വലത്തേ സൈഡിലായിട്ട് നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഒരു തിട്ടയുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനം കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് നാളിന് മുമ്പ് ഇടത്തേ സൈഡിലായിട്ടുള്ള ഭാഗത്തുകൂടിയായിരുന്നു കരുനാഗപ്പള്ളി ഡയറക്ഷനിലുള്ള വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം വലതുവശത്തായിട്ടുള്ള 3 വരിക്കായിട്ടുള്ള ഭാഗത്തുകൂടിയാണ് ഇപ്പം കരുനാഗപ്പള്ളി ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത് നിലവിലിപ്പം. പിന്നെ വലത്തേ സൈഡിലായിട്ടുള്ള സർവീസ് റോഡ് വഴിയാണ് നേരെ കൊല്ലം ഡയറക്ഷനിലോട്ടുള്ള വാഹനങ്ങളിപ്പം കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതിപ്പം നമ്മൾ ചവറ പാലം കഴിഞ്ഞിട്ട് കൊല്ലം ഡയറക്ഷനിലോട്ട് വരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഇപ്പം കുറച്ച് ദൂരം, നല്ല ദൂരം തന്നെ വലത്തേ സൈഡിലായിട്ടുള്ള സർവീസ് റോഡ് വഴിയാണ് കൊല്ലം ഡയറക്ഷനിലോട്ട് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ KSRTC ബസ്സൊക്കെ കൊണ്ടുവന്ന് പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊക്കെ കൊണ്ടുവന്ന് ചവിട്ടി ആളിനെ കയറ്റി ഇറക്കുകയും ചെയ്യുമ്പം ഒരുപാട് ബ്ലോക്കൊക്കെ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ നമ്മൾ പറഞ്ഞ് നേരെ പുത്തൻതുറ ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട്. അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. വലിയൊരു അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൽത്തറമൂട് ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട്, വലത്തേ സൈഡിലായിട്ടുള്ള ശിവക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു സൈഡിലായിട്ട് കഴിഞ്ഞിട്ടില്ല. അതായത് നമ്മളിപ്പം എത്തിക്കൊണ്ടിരിക്കുന്ന ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടില്ല. കൂടുതലും പണി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ അണ്ടർപാസ് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് പോകുന്ന ഭാഗത്തായിട്ടാണ് കുറേ മണ്ണിട്ട് ഉയർത്തിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ ഉയർത്തിയെടുത്തിട്ടുണ്ട്. ഇനി എനിക്ക് തോന്നിക്കുന്ന ഒരു ലെയറും കൂടെ ഉള്ളൂ ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരാൻ വേണ്ടിയിട്ടുള്ള പണികൾ. അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് മണ്ണിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മളിപ്പം ഡ്രോൺ വീഡിയോ ആയതുകൊണ്ടാണ് നമുക്കിപ്പം മനസ്സിലാക്കാൻ പറ്റാത്തത്. നമ്മളിപ്പോൾ റോഡിൽ കൂടെ പോകുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ഹൈറ്റിലായിട്ട് തന്നെ ഒരു
അണ്ടർപാസ് കഴിഞ്ഞിട്ട് നമ്മൾ മുമ്പോട്ട് വരുന്ന ഈ ഒരു സൈഡിലായിട്ട് നല്ല രീതിയിൽ തന്നെ മണ്ണിട്ട് ഫില്ല് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ തെക്കേ സൈഡിലായിട്ടുള്ള ഭാഗത്ത് മണ്ണിട്ട് വലുതായിട്ട് തുടങ്ങിയിട്ടില്ല. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നിടത്ത് ഈ ഒരു ഭാഗത്തായിട്ടുണ്ടായിരുന്ന പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഈ ഒരു ഭാഗത്ത് കുറച്ച് ഡ്രഡ്ജ് ചെയ്തെടുത്തിട്ടുള്ള മണ്ണാണ് ഈ ഒരു സ്ഥലത്തായിട്ട് കൊണ്ടുവന്ന് അടിച്ച് നികത്തിയിരിക്കുന്നത്. നമ്മളിനി നേരെ മുമ്പോട്ട് ഈ വളവ് കഴിഞ്ഞിട്ട് നേരെ ഇനി ചവറ പാലത്തിൻ്റെ അടുത്തായിട്ടാണ് എത്തുന്നത്. ഇടത്തെ സൈഡിലായിട്ട് ടാർ ചെയ്തിരിക്കുന്ന ഭാഗം ഒരു പാതയുടെ ഭാഗമായിട്ടുള്ള ടാറിങ് വർക്കുകൾ കഴിഞ്ഞതാണ്. പഴയ റോഡല്ല അത്. ഇപ്പോൾ പുതിയ റോഡ് ടാർ ചെയ്തിരിക്കുന്ന ഭാഗമാണ്. അത് കുറച്ച് ഭാഗമായിട്ട് അവിടെ ടാർ ചെയ്ത് കഴിഞ്ഞതാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പം വലത്തെ സൈഡിലായിട്ട് നമ്മൾ മെറ്റിലൊക്കെ ഇട്ട് നിരത്തിയിരിക്കുന്ന ഭാഗത്തായിട്ട് ഇനി ടാറിങ് വർക്കുകൾ കഴിയാനുള്ളതാണ്. ഇപ്പോൾ ഈ ഒരു ഭാഗത്ത് രണ്ട് സൈഡിലും സർവീസ് റോഡ് വഴിയാണ് വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇപ്പോൾ കുറച്ച് ഭാഗം ടാർ ചെയ്തിരിക്കുന്ന നമുക്കിപ്പം ഇടത്തെ സൈഡിലായിട്ട് കാണുന്ന ഭാഗത്തുകൂടിയായിരുന്നു കുറച്ച് നാളിന് മുമ്പ് വരെ വാഹനങ്ങൾ കടത്തി വിട്ടുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇടത്തെ സൈഡിൽ കഴിഞ്ഞിപ്പം അതുവഴിയാണ് വാഹനങ്ങൾ ചവറ കഴിഞ്ഞ് നേരെ അങ്ങോട്ട് കരുനാപ്പള്ളി ഭാഗത്തോട്ട് പോകുന്നത്. പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടുണ്ടായിരുന്ന പഴയ റോഡ് പൊളിച്ചു മാറ്റി അവിടുന്ന് മണ്ണ് അതിൻ്റെയൊക്കെ വേസ്റ്റൊക്കെ കോരി മാറ്റി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇനി മണ്ണിട്ട് പുതിയ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി എനിക്ക് തോന്നിക്കുന്നത് അവിടെ തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് ഒരു 2-3 ലോഡ് മണ്ണ് കൊണ്ടുവന്ന് ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. കുറേയൊക്കെ ഇവിടുന്ന് വാരിക്കൊണ്ട് പോയിട്ടുണ്ട്, പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞത്. നമ്മളങ്ങനെ ചവറപ്പാലത്തിൻ്റെ കയറ്റം കയറാൻ പോകുന്ന സ്ഥലത്തായിട്ട് എത്തിയിട്ടുണ്ട്. അതാണ്ട് ഈ ഒരു പോയിൻ്റ് എത്തുമ്പം പ്രത്യേകിച്ചാണ്ട് ഈ ഒരു സ്ഥലത്ത് ആക്സിഡൻ്റ് ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു സ്ഥലമാണ്. നമ്മൾ ഇവിടുന്ന് കരുനാഗപ്പള്ളി ഡയറക്ഷനിലോട്ട് പോകുന്ന വാഹനങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വാഹനങ്ങൾ ഒരിക്കലും ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നമുക്കിപ്പം വലിയ വീതിയൊന്നുമില്ല ഈ ഒരു സ്ഥലത്തായിട്ട്. 2 വണ്ടികൾ അത്യാവശ്യം കഷ്ടിച്ച് പോകാനുള്ള വീതിയുള്ളൂ, 2 വലിയ വാഹനങ്ങളൊക്കെ പോകാനുള്ള വീതിയുള്ളൂ. അതിനൊക്കെയും വീതി കുറവാണ് ചവറ നിലവിൽ ഇപ്പം പാലത്തിനായിട്ടുള്ളത്. അപ്പം ഈ ഒരു സ്ഥലത്തെത്തുമ്പോൾ ഓവർടേക്ക് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. പിന്നെ ബാക്കിയുള്ള പണികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലത്തേ സൈഡിലായിട്ടാണ് കൂടുതലിപ്പം ആറിവാൾ ബ്ലോക്ക് വെച്ചിട്ട് മണ്ണിട്ട് ഫില്ല് ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 2 തൂണുകൾക്ക് മുകളിലായിട്ട് തന്നെ 3 ഗർഡറുകൾ, സ്റ്റീൽ ഗർഡറുകളാണ് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിരിക്കുന്നത്. അതിനെ കണക്ട് ചെയ്തുകൊണ്ട് തന്നെ ക്രോസ് ഗർഡറുകളും സ്റ്റീലിൻ്റെ തന്നെ സ്ഥാപിച്ച് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും. ഇനി ബാക്കി ഒരു 2 എണ്ണം കൂടെ വെക്കാനുണ്ട്, അതിപ്പം വെച്ച് തുടങ്ങിയിട്ടില്ല. അങ്ങനെ 3 എണ്ണം ഈ ഒരു ഭാഗത്തായിട്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും മിക്കവാറും നമ്മുടെ തോട്ടപ്പള്ളി പാലത്തിൻ്റെ അടുത്തായിട്ടുള്ള പണിയും. നമ്മളിവിടുന്ന് അങ്ങോട്ട് പോകുമ്പം വലിയ പാലം എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു പാലമുണ്ട്, ചെറിയൊരു പാലം. അതിൻ്റെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളും ചിലപ്പോൾ ഇതേപോലെ ആയിരിക്കും, ഈ ഒരു മാതൃകയിലായിരിക്കും ചെയ്യാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ ചവറപ്പാലത്തിൻ്റെ പണികളെ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇതിൻ്റെ ഒരു റോഡിൽ കൂടി പോയപ്പോൾ ഉള്ള വീഡിയോ നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അങ്ങനെ നമ്മൾ നേരെ ചവറപ്പാലം ഇറങ്ങി നേരെ ചവറ ബസ് സ്റ്റോപ്പ് വരുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത്. അപ്പം വലുതായിട്ട് പണികളൊന്നും തുടങ്ങിയിട്ടില്ല ഇവിടെ. നമ്മൾ അത് കഴിഞ്ഞിട്ട് ചവറ ഈ ബസ് സ്റ്റോപ്പ് കഴിഞ്ഞ് പിന്നെ നമ്മൾ കൊറ്റംകുളങ്ങരയിലെ അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് പിന്നുള്ള പണികൾ തുടങ്ങുന്നത്. അപ്പം ഇവിടെ വലത്തേ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ചവറ പാലത്തിൻ്റെ കയറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ വലത്തേ സൈഡിലായിട്ട് കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. അത് കുറേ നാളിന് മുമ്പേ കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞ് ഇടത്തേ സൈഡിലായിട്ട് ആ ഒരു ഭാഗത്തായിട്ട് സെൻറ്റർ വരുന്ന ഭാഗത്തായിട്ട് തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ പഴയ റോഡ് അവർ കുറച്ച് പൊളിച്ചു മാറ്റി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് പണികൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇപ്പം ആക്റ്റീവായിട്ട് നടക്കുന്നുണ്ട്. 2 സൈഡിലും സർവീസ് റോഡിൽ കൂടിയാണ് ഈ ഒരു ഭാഗത്തായിട്ട് വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് പഴയ റോഡ് പൊളിച്ചു മാറ്റി തുടങ്ങിയത് പുതിയൊരു അപ്ഡേറ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ കാണുന്ന അണ്ടർപാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറ്റംകുളങ്ങര അണ്ടർപാസ്സാണ്. അപ്പോൾ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് അപ്രോച്ച് റോഡിന് വേണ്ടിയിട്ട് നമുക്കിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം കുറച്ച് ലോഡ് മണ്ണ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്നിട്ടിരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു മണ്ണ് ഡ്രഡ്ജ് ചെയ്തെടുത്തിട്ടുള്ള മണ്ണാണ്. അതിൻ്റെ ഒരു കളർ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പിന്നെ അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആറിവാൾ ബ്ലോക്ക് ഉയർത്തേണ്ട പണിയാണ് ഇനി വരാനുള്ളത്. അപ്പോൾ അത് തുടങ്ങിയിട്ടില്ല. നമുക്കിപ്പം നോക്കുമ്പോൾ ഇവിടെ 2 സൈഡിലുമായിട്ട് തന്നെ കോൺക്രീറ്റിൻ്റെ ബാരിക്കേഡാണ് ഈ ഒരു ഭാഗത്തായിട്ട് വെച്ചിരിക്കുന്നത്. ഇനി ആറിവാൾ ബ്ലോക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ കുറച്ച് വീതിക്കായിട്ട് തന്നെ ഒരു നീളത്തിൽ കോൺക്രീറ്റ് ചെയ്യേണ്ട പണികളുണ്ട്. അതിന് മുമ്പായിട്ട് തന്നെ മണ്ണ് നീക്കം ചെയ്യേണ്ടതൊക്കെ പണികളാണ് വരാനുള്ളത്. അപ്പോൾ താൽക്കാലികമായിട്ടാണ് ഈ ഒരു ഭാഗത്തായിട്ട് നമ്മൾ ഈ അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തുമ്പം മണ്ണടിച്ച് കൂട്ടി വെച്ചിരിക്കുന്നത്. അതിനുശേഷം ഇനിയിപ്പോൾ 2 സൈഡിലും ആറിവാൾ ബ്ലോക്ക് ഉയർത്തുന്ന സമയത്ത് കുറച്ചൊക്കെ മണ്ണ് കൊണ്ടുവന്ന് ആ ഒരു വെക്കുന്ന ഭാഗത്തായിട്ട് വെച്ച് തുടങ്ങും, മണ്ണ് നിരത്തി തുടങ്ങും. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തെ കാഴ്ചകൾ. നമ്മൾ കൊറ്റംകുളങ്ങര ഭാഗത്തായിട്ട് എത്തുമ്പോൾ ഉള്ള കാഴ്ചകൾ. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് വരുന്നിടത്ത് അണ്ടർപാസ് കഴിഞ്ഞേച്ച് മുമ്പോട്ട് വരുന്ന ഭാഗത്തായിട്ട് താണ്ട് ഇവിടെ കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ട് നികത്തി എടുത്തിട്ടുണ്ട്. വേറെ പണികളൊന്നുമില്ല. പിന്നെ
അറിവാൾ ബ്ലോക്ക് കൊണ്ടുവന്ന് കുറച്ച് ലോഡ് ഈ ഒരു ഭാഗത്തായിട്ട് കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. കൊറ്റംകുളങ്ങര അണ്ടർപാസ് കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലെഴുത്ത് മുക്ക് വരുന്ന ഭാഗത്തേക്കാണ് വരുന്നത്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട വേറെ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് കാണുമ്പം തന്നെ അറിയാം. ഈ ഒരു ഏരിയയിൽ പിന്നെ വലുതായിട്ട് വലിയ പണികളൊന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കേണ്ടത്. ഇവിടെ ഇടത്തെ സൈഡിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് റിട്ടേണിംഗ് വാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗത്തായിട്ട് തന്നെ ഇവിടെ ഒരു കലുങ്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് ഭാഗത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞേച്ച് അലങ്കോലമായിട്ട് കിടക്കുകയാണ്. വലിയ വൃത്തിയൊന്നും ഇല്ലാത്ത രീതിയിലായിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു നല്ലെഴുത്ത് മുക്ക് ഭാഗത്തായിട്ടുള്ളത്. അത് കഴിഞ്ഞേച്ച് നമ്മൾ നേരെ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ ശങ്കരമംഗലം ഭാഗത്തായിട്ട് പോവുകയാണ്. ചവറ പോലീസ് സ്റ്റേഷൻ വരുന്ന ഭാഗത്തായിട്ടാണ് ഇനി പോകുന്നത്. ഇവിടുന്ന് പിന്നെ കുറച്ച് നാളിന് മുമ്പായിട്ടുള്ള പണികൾ ഇതേപോലെ തന്നെ കിടക്കുകയാണ്. അതിൻ്റെ വലത്തേ സൈഡിലായിട്ട് ക്രാഷ് ബാരിയറൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. വലത്തേ സൈഡിൽ തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട്. മുമ്പോട്ട് വരുമ്പം മീഡിയൻ വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് തന്നെ ഗ്യാപ്പുണ്ട്. അതൊക്കെ ഇനി അടച്ച് പൂർത്തിയാക്കേണ്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇനി പുരോഗമിക്കാനുള്ളത്. ഇടത്തെ സൈഡിലൊക്കെ ആയിട്ട് സർവീസ് റോഡൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല, അതേപോലെ തന്നെ കിടക്കുകയാണ്. വലുതായിട്ട് വലിയ മാറ്റങ്ങളൊന്നുമില്ല. എത്രത്തോളം നാൾ കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് ഈ ഒരു മീഡിയൻ വരുന്ന ഭാഗത്തും ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തുമൊക്കെ ആയിട്ട് പുല്ല് കിളിച്ചിരിക്കുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നാളായി ഇവിടെ വലിയ പണികളൊന്നും ഇല്ലാതെ അടക്കുകയാണെന്നുള്ളത്. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ ഈ ചവറ പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ടുള്ള ഒരു അണ്ടർപാസ് ഉണ്ട്. അതിൻ്റെ ഭാഗത്തായിട്ടാണ് പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു ഏരിയയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ അവസാനിക്കാറായിട്ടുണ്ട്. ചവറ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വരെയുള്ള കാഴ്ചകളേ ഉള്ളൂ. അത് കഴിഞ്ഞേച്ച് പിന്നെ KMML ആണ്. അവിടെ റെഡ് സോൺ ആയതുകൊണ്ട് നമുക്ക് അവിടെ ഡ്രോൺ ഇട്ട് പറത്താൻ പറ്റത്തില്ല. അത് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ ചവറ KMML കഴിഞ്ഞേച്ചുള്ള ദൃശ്യങ്ങൾ കരുനാഗപ്പള്ളി കന്നേറ്റി വരെയുള്ള അടുത്ത വീഡിയോ ആയിരിക്കും. അപ്പോൾ അത് ഉടൻ തന്നെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കഴിഞ്ഞാൽ ഉടൻ തന്നെ അതിൻ്റെ പുറകിന് വരുന്നതായിരിക്കും. നമ്മളങ്ങനെ നേരെ ശങ്കരമംഗലം പോലീസ് സ്റ്റേഷൻ്റെ അടുത്തായിട്ട് വരുന്ന അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മൾ കോളേജ് വരുന്ന ഭാഗത്തായിട്ടൊക്കെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഇടത്തെ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ക്രാഷ് ബാരിയർ വരുന്ന ഭാഗത്തൊക്കെ ആയിട്ട് ഒരു വെള്ളയും കറുപ്പൊക്കെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. നേരെ നമ്മൾ മുമ്പോട്ട് താണ്ട് അണ്ടർപാസിൻ്റെ അപ്രോച്ച് റോഡ് വരുന്ന ഭാഗത്തായിട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ വരുമ്പം റോഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വളഞ്ഞു പൊളഞ്ഞൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇതൊക്കെയൊക്കെ വരാൻ ശ്രമിക്കുക. ഈ ഒരു ഭാഗത്തായിട്ട് എത്തുമ്പം മിക്കവാറും രാത്രി കാലങ്ങളിൽ വരുന്നവർ. അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരുന്ന പണി അത്യാവശ്യം നല്ല രീതിയിൽ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിലും അണ്ടർപാസ് കഴിഞ്ഞേച്ച് പിന്നെ നമ്മൾ മുമ്പോട്ട് പോകുന്ന ഭാഗത്തും പുരോഗമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കാവനാട് മുതൽ ചവറ KMML എത്തുന്നതിന് മുമ്പായിട്ട് ചവറ പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് വരെയുള്ള അണ്ടർപാസിൻ്റെ അടുത്ത് വരെയുള്ള കാഴ്ചകൾ. അപ്പോൾ വീഡിയോയിൽ പണിയൊക്കെ കുറവാണെന്ന് കരുതി ലൈക്കും ഒന്നും ചെയ്യാതിരിക്കാൻ മറക്കരുത് ഒരു കാരണവശാലും. അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ KMML കഴിഞ്ഞിട്ട് കരുനാഗപ്പള്ളി കന്നേറ്റി പാലത്തിൻ്റെ അടുത്ത് വരെയുള്ള അപ്ഡേറ്റാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും എത്തുന്നതായിരിക്കും. കാത്തിരിക്കുക.